അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പറഞ്ഞാൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ കഅബത്തെ മുട്ട ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഉബൈബിന് ഖലഫ് ചൊല്ല ഒരു നീചനായ ശത്രു വന്നിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരുക ഒരു ദ്രവിച്ചു പോയെങ്കിലത്തെ ഒരു എല്ല്, അതായത് ഒരു മുള്ളു, പല ഒരു മുള്ളുടെ പൊടിയാക്കിയിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തുക്ക് ഊതിയിട്ട് ആ ഒരു പൊടിയെ മുഖത്തുക്ക് ഊതിയിട്ട് കേൾക്കാം, ഈ ദ്രവിച്ചു പോയ ഈ ഇല്ലെങ്കിൽ പൊടിയായി പോയ ഈ ഒരു മുള്ളു കൊണ്ടിട്ടു ഈ മുള്ളുകു വീണ്ടും പിന്നെയും ജീവൻ കൊടുക്കൂ, നിൻ്റെ റബ്ബ് ജീവൻ കൊടുക്കുണ്ടാണോ നീ വിശ്വസിക്കരുത് ഉണ്ട്. അതായത് ഈ പൊടിയായി പോയേ ഈ ഒരു എല്ല് കൊണ്ടിട്ട് നിൻ്റെ അള്ളാഹു ജീവൻ കൊടുക്കുക എന്നാണ് ആര് കേൾക്കുന്നത്? ഉബയ്യബിന് ഖലഫ് കേൾക്കുന്നത്. ഈ ഒരു കേട്ട സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രസകരമായ രീതിയിൽ ഇല്ലെങ്കിൽ അവനക്ക് വിരുദ്ധമായിട്ട് കൊല്ലുടെങ്കിൽ നല്ലൊരു ഉത്തരാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായിട്ട് ആ ഒരു ഉത്തരം പിന്നീട് ഉബയ്യബിന് ഖലഫ്ക്ക് എന്തെല്ലാം സംഭവിച്ചത് ഈ ഒരു ചരിത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് നോക്കുക പോകേണ്ടത്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ശത്രുങ്ങളാണ് ഇവിടെ ഇന്നത്, മക്കത്തിൽ ഇന്നത്. ഒരുപാട് ആൾക്കാർ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല രീതിയിലും എന്താക്കിയാറ് ഉപദ്രാക്കിയിട്ടിരുന്നാറ്. അതിൽപ്പെട്ട ഒരു ആളാണ് ഉബയ്യബിന് ഖലഫ് ചൊല്ലുടെ ആൾ. ഈ ഉബയ്യബിന് ഖലഫ് ചൊല്ലത് ഉമയ്യത്ത് ബിൻ ഖലഫ് ആരാണ്? സഹോദരനാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് നാവ് ഗൊന്തുള്ളതുപോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചൊന്നതാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ യജമാനനായിട്ടിരുന്ന ആളാണ് ആറ്? ഉമയ്യത്ത് ബിൻ ഖലഫ്. അതായത് ബിലാൽ റളിയല്ലാഹു ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ഈ ഉമയ്യത്ത് ബിൻ ഖലഫാണ് ആരെ? ഉമയ്യത്ത് ബിൻ ഖലഫിനെ യലൗനാണ് ഇല്ലെങ്കിൽ സഹോദരനാണ് ആറ്? ഉബയ്യബിന് ഖലഫ് ചൊല്ലുടെ ആൾ. അപ്പോൾ ഈ ഉബയ്യബിന് ഖലഫ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് രീതിയിൽ എന്താക്കിറാം ബുദ്ധിമുട്ടാക്കിറ, ഒരുപാട് രീതിയിൽ പരിഹസിച്ചിരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഉപദ്രാക്കുകോടോ ഇല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഏസികറക്കോടോ അതെല്ലാം രീതിയിൽ ഏസികാക്കിയെത്ത ഒരാളാണ് ആറ്? ഉബയ്യബിന് ഖലഫ് ചൊല്ലുടെ ആൾ. ഈ ഉബയ്യബിന് ഖലഫ് നേരത്തെ ചൊന്നതുപോലെ ഉബയ്യബിന് ഖലഫ് പറഞ്ഞാൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തെ ആ ഒരു കഅബത്ത് മുട്ട ഇല്ലെങ്കിൽ ആ ഒരു ഹറമറ മുട്ട ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു എന്തൊരു പിടിച്ചോണ്ട് ഒരു ദ്രവിച്ചെങ്കത്തെ ഇല്ലെങ്കിൽ പല ആയ മണ്ണിൽ അലിഞ്ഞു പോയെങ്കത്തെ ഒരു മുള്ളോട് പിടിച്ചിട്ടാണ് ബണ്ടത്, ഒരു മുള്ളോ. ഈ മുള്ളോട് പിടിച്ച വന്നിട്ട് അതിലെന്താക്കുക ഇങ്ങനെ പൊടിയാക്കിയിട്ട് ആ ഒരു മുള്ളുളിക്ക് ഉണ്ടായെങ്കിൽ ആ ഒരു പൊടിയിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് എന്താക്കുക അതിൽ ഊതിട്ട് ചൊല്ലതാണ്. അതായത് നിൻ്റെ റബ്ബ്, അതായത് ഈ ഒരു എല്ല് പൊടിച്ച ഈ ഒരു എല്ലുക്ക് ജീവൻ കൊടുക്കുറു എന്ന് നീ വിശ്വസിക്കുന്നതാണ്ട് ആര് കേൾക്കറേ? ഈ ഉബയ്യബിന് ഖലഫ് കേൾക്കറ്. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക, അതെ ഈ പൊടിഞ്ഞു പോയെങ്കത്തെ ഈ മുള്ളുകു അള്ളാഹു എന്താക്കും ജീവൻ കൊടുക്കും. എങ്ങനെ വന്നെങ്കിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന രീതി എങ്ങനെ ചൊന്നേണ്ട കണ്ടെങ്കിൽ നിൻ്റെ എന്താക്കും അള്ളാഹു ഫസ്റ്റ് മരിപ്പിക്കും, നിൻ്റെ അള്ളാഹു മരിപ്പിക്കുക. പിന്നീട് അതൊക്കെ എന്താക്കും അള്ളാഹു നിൽക്കുണ്ടാവും. പിന്നീട് ജീമതണ്ടൻ മാത്രമല്ല പിന്നെ അള്ളാഹു എന്താക്കും നിൻ്റെ നരകത്തിൽ എന്താക്കും ഇടോണ്ടാണ് ആര് ചൊല്ലത്? ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. അപ്പോൾ ഈ ഒരു ഉബയ്യബിന് ഖലഫ് ഇങ്ങനെ ആക്കുക കാരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏസിക ആക്കോട്ട എന്നുള്ള ഒരു രീതിയിലാണോ എന്താക്കരുത് ചൊല്ലത്. ഇങ്ങനെയൊക്കെ ഇത് മാത്രമല്ലാണ്ട് എപ്പോഴും ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട് ചൊന്നോ എന്നൊരു കാര്യം എന്തൊരു ചൊന്നേണ്ട കണ്ടെങ്കിൽ നിൻ്റെ ഞാൻ എന്താക്കുക കൊല്ലുവേണ്ടാണ് ചൊന്നത്. അതായത് ഒരു വധഭീഷണി എല്ലാ നാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സാധിച്ചുള്ള നിൻ്റെ നാൻ എന്താക്കുക കൊല്ലുക. മാത്രമല്ല അവൻ ചൊന്നു ഇന്ന നൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കുതിര ഉണ്ട്. ആ കുതിരയുടെ പേരാണ് ഔദ് ചൊന്നിട്ടാണ് ഒരു കുതിര. ഈ കുതിരയ്ക്ക് ഞാൻ എന്താക്കിയോണ്ടല്ല നല്ല ഒരു ഭക്ഷണം കൊടുത്തോല്ല, ഇതൊക്കെ വേണ്ട എല്ലാ രീതിയിലുള്ള ഞാൻ ഭക്ഷണം എന്താക്കി കൊടുത്തുവിട്ട് ഇതൊരു പല പുഷ്ടി പോലെ എനിക്ക് ആക്കിയിട്ടുള്ള എന്തൊക്കെ പേനായിട്ടാണ് നിൻ്റെ കൊല്ലുകയാണ്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാണ് നിൻ്റെ കൊല്ലുക പേനായിട്ടാണ്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം ജാഗല കാണ്ടത്തോ ഈ കാണ്ട സന്ദർഭത്തിലെല്ലാം ചൊല്ലതാണ് ഹബീബ് തങ്ങൾ എന്താക്കുക കൊല്ലുടെ എൻ്റെ ചൊന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ ചൊന്നോണ്ടിന്നത് നീനല്ല നിൻ്റെ കൊല്ലുടെ ഞാൻ എന്താക്കും നിൻ്റെ കൊല്ലും ഇൻഷാ അള്ളാഹ് ആറ് ചൊന്ന ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടിന്ത്. അങ്ങനെയാണ് പിന്നീട് എന്തിര ബണ്ട് ബദ്ർ യുദ്ധ ബണ്ട്. അങ്ങനെ ബദ്ർ യുദ്ധ ബണ്ട് സന്ദർഭത്തിൽ ആരാണ് മരിക്കുന്നത്? ഉമയ്യത്ത് ബിൻ ഖലഫ് മരിക്കുക. അതായത് ഈ ഉബയ്യ ബിൻ ഖലഫിൻ്റെ സഹോദരൻ എന്താ പറയുക മരിക്കുക. അതായത് ഈ ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊല്ലുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഈ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അതായത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ യജമാനായിട്ട് ഇന്നല്ല അപ്പോൾ ഒരുപാട് കഷ്ടം കൊടുത്തതാണ്. അപ്പം ഈ ഉബയ്യ ബിൻ ഖലഫിനെ കൊല്ലുന്നത് ആരാണ്? ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊല്ലുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനാണ്. അപ്പോൾ ഈ ഒരു ഉമയ്യത്തിനെ കൊന്നത് കൊണ്ടിട്ട് ഉബയ്യ ബിൻ ഖലഫിക്ക് എന്താ അവിടെ നല്ലോണം അറസബുണ്ട്. അതായത് ഈ പരിശുദ്ധമായ ദീനിറട്ടിയാണ് നല്ലോണം അറസബുണ്ടതും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നല്ലോണം അറസബുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് എങ്ങനെയെങ്കിലും ആരെ കൊല്ലണം? ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണോട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് എന്തിനാ വേണ്ടത്? ഈ ഉഹുദ് യുദ്ധം വേണ്ടത്. അങ്ങനെ ഉഹുദ് യുദ്ധം വന്ന സന്ദർഭത്തിൽ ഈ ഉഹുദ് യുദ്ധത്തിൽ ആറ് വേണ്ട? ഉബയ്യ ബിൻ ഖലഫ് ഈ ഉഹുദ് യുദ്ധത്തിൽ വേണ്ട. അങ്ങനെ ഈ ഒരു ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് ഘട്ടത്തിൽ, അതായത് ഉഹുദിലെ ഫസ്റ്റ് ഘട്ടത്തിൽ ആർക്കാണ് വിജയം കിട്ടുന്നത്? മുസ്ലിമീങ്ങാണ് വിജയം കിട്ടുന്നത്. അങ്ങനെ വിജയം കിട്ടിയിട്ട് ഒരു പർവ്വതത്തെ മേൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക 50 സ്വഹാബിങ്ങളെ നിപ്പെട്ടത്. അതായത് ബിൽവിദ്യ കൊണ്ടുള്ളെങ്കത്ത് 50 സ്വഹാബിങ്ങളാണ് നിപ്പെട്ടത്. അങ്ങനെ ആ ഒരു യുദ്ധം കൊണ്ടിട്ട് ആ ഒരു അമ്പയത്ത് കൊണ്ടിട്ട് ശത്രുപക്ഷത്തിൽ വന്ന ആൾക്കാർ പേടിച്ചിട്ട് എന്താക്കാറ് ഓർഡർ. അങ്ങനെ പേടിച്ച് ഓടിയ സന്ദർഭത്തിൽ മുസ്ലിമായ ആൾക്കാർ, അതായത് സ്വഹാബികൾ വിജയിച്ചതിൻ്റെ വിചാരിച്ച സന്ദർഭത്തിലാണ് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സന്ദർഭം. അതായത് ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ എടുക്കുന്ന സന്ദർഭത്തിലാണ് മേലിന്ന് പർവ്വതത്തിൽ നിന്ന് ആൾക്കാർ കീഴിലിഞ്ഞ് പറയുകയും അതിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒരു പട വന്നിട്ട് ആരെ ആക്രമിക്കരുത്? ഈ മുസ്ലിമീങ്ങളെ ആക്രമിക്കരുത്. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം ഈ ഒരു ഉഹുദ് യുദ്ധത്തിൽ 3 ഘട്ടമാണുള്ളത്. ആദ്യ ഘട്ടത്തിൽ ആർക്കാണ് വിജയം കിട്ടുന്നത്? മുസ്ലിമീങ്ങളാണ് വിജയം കിട്ടുന്നത്. രണ്ടാമത്തെ ഘട്ടം ചൊല്ലത് ശത്രുപക്ഷത്തെ ആൾക്കാർക്കാണ് ഒരു വിജയ സാധ്യത വേണ്ടത്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ശത്രുപക്ഷത്ത് രണ്ട് സൈഡിൽ നിന്നിട്ടും ആക്രമണം വന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ എന്താ അവിടെ വലിയൊരു എതിർപ്പാണ് ഉണ്ടാവുന്നത്, വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. ഈ സന്ദർഭത്തിലാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കല്ല് പൊള്ളിയതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരി പൊട്ടരുത്, അതേപോലെ പല്ല് പൊട്ടരുത്. ഈ ഒരു സന്ദർഭം ഉണ്ടാവുന്ന സന്ദർഭമാണ് ഇത് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ. അങ്ങനെ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കുറേ സ്വഹാബികൾ എന്താക്കി ബാക്ക് വേണ്ട സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കാറ്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അതേപോലെ ബാക്കിയുള്ള ജന്മ സ്വഹാബികളെല്ലാം കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷെഹബ് ജിറാർ ചൊല്ലിയ ഒരു ജാഗിക, അതായത് ഉഹുദ് പർവ്വതത്തിലുള്ളെങ്കിൽ ഒരുപാട് ഷേബ് ആ ഒരു ഷേബ് ജിറാർ ചൊല്ലിയ ഒരു ജാഗിക ആരെ കൂട്ടിയാൽ പോകേണ്ടത്? ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കും കൂട്ടിക്കൊണ്ട് പോകേണ്ടതാണ്. അതായത് ഈ ഒരു മുറിവല്ലിക്കട് അതിലെല്ലാം ഒന്ന് സമാക്കോ കൽകുകയും പിടിക്കുകയും മെഹ്റാസ് പോയിട്ട് തന്നെടുക്കുക ഈ ഒരു സന്ദർഭം നടക്കുമ്പോഴാണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഷേബ് ജിറാർക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഈ നോക്കിയ സന്ദർഭത്തിൽ ഉബയ്യ ബിൻ ഖലഫ് എന്താക്കുക ഈ ഔദ് ചൊല്ലിയ ആ കുതിരയുടെ മേൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുകയായിട്ടാണ് വേണ്ടത്. അതായത് ഇനി വിട്ടെങ്കിൽ സമാവല്ല, ഇത് ഒരു കറക്റ്റ് ടൈമാണ് ആരെ കൊല്ലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുടെ കറക്റ്റ് ടൈം കൊണ്ട് നോക്കിയിട്ട് ഉബയ്യ ബിൻ ഖലഫ് എന്താക്കണം ഈ ഒരു കുതിരയിൽ ജന്മ ആൾക്കാരും കൂട്ടിയിട്ടാണ് ബണ്ടത്. അങ്ങനെ ബണ്ട സന്ദർഭത്തിൽ ഈ ഉബയ്യ ബിൻ ഖലഫ് ഇങ്ങനെ ബണ്ട സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ സ്വഹാബിങ്ങളെ നോക്കിടാറ്. അപ്പോൾ ഈ സ്വഹാബിങ് എന്താക്കാറ് തൻ്റെ കയ്യിൽ നിന്ന് ഊരി പിടിച്ച ബാലുമായിട്ട് ആരെ എതിർക്കുവാനായിട്ടാണ് പോകേണ്ടത്? ഉബയ്യ ബിൻ ഖലഫ് എതിർക്കുവാനായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ പോകേണ്ട സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു എന്തേ നിങ്ങൾ എന്താക്കണ്ട അതുകൊണ്ട് നിങ്ങൾ എതിർക്കു പോകണ്ട, അതുകൊണ്ട് ആരെ നോക്കട്ടെ നാണ് നോക്കണ്ടാണ് ആരെ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. അങ്ങനെ തെല്ല് എതിർ വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ സുമ്മാർ റളിയല്ലാഹു അൻഹു കയ്യിൽ എന്തൊക്കെ ഒരു ചാട്ടുലിക്കട്, അതായത് ഒരു കുന്താൻ ചൊല്ലാം ഒരു ഈട്ടി
അങ്ങനെയാണ് ചൊല്ലത്. അപ്പോൾ ഈ ഒരു ഈട്ടി ഒരു കുന്ത എടുത്തിട്ട്, അതായത് ആൾമാർ എറിഞ്ഞിട്ട് കൊല്ലണമെങ്കിൽ ഒരു സാധനമാണ് ഈ ഒരു ഈട്ടി. ഈ ഒരു ഈട്ടിയിൽ ഇല്ലെങ്കിൽ ഈ ഒരു ചാട്ടിലിടെ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക എടുത്തിട്ട് വലിച്ച് അവൻ്റെ മേത്ത് കാണി എറിയിടുക. ഈ എറിഞ്ഞ സന്ദർഭത്തിൽ അവൻ്റെ ഒരു കഴുത്തിൻ്റെ ഒരു ഭാഗത്തിൽ, അതായത് കുഞ്ചിനും കഴുത്തിലെ ഒരു ചെറിയൊരു ഭാഗത്തിൽ ചെറിയൊരു മുറിവാണ് എന്താക്കുന്നത് ആക്കിയിട്ട് പോണ്ടത്. ചെറിയൊരു മുറിവ്, വലിയൊരു മുറിവ് എന്തായിട്ടില്ല, ചെറിയൊരു മുറിവ് മാത്രം ആയിട്ടാണ് പോണ്ടത്. ഈ ഒരു മുറിവ് ഊണെന്താക്കുക ഈ ഒരു കുതിരയുടെ എന്താ അവിടെ കീലുപുള്ള, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുക എന്തോ അല്ല, കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെല്ലൊരു എറിഞ്ഞാൽ മാത്രം എറിഞ്ഞതാണ്, അത് ചെറിയൊരു മുറിവ് മാത്രമായത്. ഈ ഒരു മുറിവ് ഗൗണെന്താക്കുക ആ ഒരു കുതിരയുടെ എന്താ പറയുക കീലുപുള്ള, അങ്ങനെ ഇത് ഊണിക്ക് എന്താവില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട പോണക്ക് എന്തോ ആവില്ല. അങ്ങനെ അപ്പോൾ ഈ ഊണ് പൂണ്ട സന്ദർഭത്തിൽ അവൻ്റെ എന്താക്കാറ് ആൾക്കാർ ഏറ്റിക്കൊണ്ട് പോണ്ടാറ്, അതായത് ഈ ഊണ്ടെ ആ ഒരു ബന്ധ മുട്ട ഉണ്ടൊക്കെ ബന്ധ ശത്രുപക്ഷത്തിലുള്ള ആൾക്കാർ കൊണ്ട് എന്താ കൂട്ടിക്കൊണ്ട് പോണ്ടാറ്. ഈ കൂട്ടി പോണ്ട സന്ദർഭത്തിൽ ഊണി എന്താക്കി അങ്ങോട്ട് ഇങ്ങനെ ചൊല്ലുക തുടങ്ങിയ, അതായത് മുഹമ്മദ് എന്താക്കി നൻ്റെ കൊന്ന, മുഹമ്മദ് എന്താക്കി നൻ്റെ കൊന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്താക്കി നൻ്റെ കൊന്നുത്തുണ്ട് ആർ ചൊന്ന ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ചൊന്ന. അപ്പോഴാണ് ആ ഒരു ശത്രുപക്ഷത്തെ ആൾക്കാർ ചൊല്ലുന്നത്, നീ എന്ത് ഇത്ര വലിയ ടെൻഷൻ ആക്കറി, ഇങ്ങനെ ഇത്ര വലിയ ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഒരു ചെറിയൊരു മുറി മാത്രമേ ഉള്ളൂ, ഇത് എന്ത് സുമറ അവിടെങ്കിൽ തേതാണ്, അതുകൊണ്ട് ഈ വലിയൊരു ടെൻഷൻ എന്താക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ചൊല്ലത്, അതായത് നിങ്ങൾക്ക് ഇതൊരു ഗൊന്താവില്ല, ഈ ഒരു മുറിവ് ഇല്ലെങ്കിൽ ഒരു മുറിവ് ഈ അറബിയിലുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് ബന്ധൻ കണ്ടെങ്കിൽ എന്താ പറയുക മരിച്ചു പോകാറ്, അത്രക്കും വലിയൊരു മുറിവാണ് ഇതായിട്ടുള്ളത്. മാത്രമല്ല അവൻ ചൊന്നത് എന്തൊരു ചൊന്നേൻ കണ്ടെങ്കിൽ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ എന്താക്കിയത് നൻ്റെ മക്കത്തിൽ എന്തിറാക്കിയിട്ട് എന്ത് ചൊന്നിട്ട് എന്ത് നിൻ്റെ നാ കൊല്ലുടെ ചൊന്നു, അതുകൊണ്ട് എന്താക്കിയ മുഹമ്മദ് നൻ്റെ കൊന്നുറ. മാത്രമല്ല മുഹമ്മദ് നൻ്റെ മേൽ ഒരു തുപ്പൽ തുപ്പിയിട്ട് ഇന്നേണ്ട് കണ്ടെങ്കിൽ എന്താക്കണ്ട, എന്നും കൊത്തനോ അടിക്കണോ എന്തും ആക്കണ്ട, ഒരു തുപ്പൽ തുപ്പിയിട്ടെങ്കിൽ ഞാൻ എന്താവുക മരിച്ചിട്ട് പോവാൻ, ഞാൻ എന്താക്കുക കൊന്നിട്ട് ഞാൻ മരിച്ചു പോവേണ്ടാണ് ചൊന്നത്. അപ്പോൾ ഈ ഒരു പേടി കൊണ്ടിട്ട്, ഈ ഒരു പേടിയാണ് അവൻ്റെ ഏറ്റവും വലിയ എന്താക്കിയത് ഈ ഒരു അവൻ്റെ ഒരു മരണത്തിൽ എത്തുവാട്ടിയത്. അതുകൊണ്ടിട്ടും ഈ ഒരു പേടിയിലായിട്ട് പിന്നീട് അവൻ എന്താ മക്കത്ത് പോകേണ്ട സന്ദർഭത്തിൽ ഷരീഫ് ചൊല്ലിട്ട് ജാഗൽ വെച്ചിട്ട്, അതായത് ഈ ഒരു മുറിവ് കാരണം പിന്നീട് അതെന്താ അവിടെ പഴുത്തിട്ട് അതിൽ പണിയും കാര്യവും അവനക്ക് വന്നിട്ട് ഈ ഷരീഫ് ചൊല്ലിട്ട് ജാഗൽ വെച്ചിട്ടാണ് അവൻ എന്താ അവിടെ ഇത് മരിക്കുന്നത്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ടിട്ട് മരണപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് ആര് ഉബയ്യ് ഇബ്നു ഖലഫ് ചൊല്ലിയുടെ ആൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ടില്ല, ആരെയും ഒരാളും കൊന്നിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് മരണപ്പെട്ട ഇല്ലെങ്കിൽ മരിക്കപ്പെട്ട കൊല്ലപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ചൊല്ലിയുടെ ആൾ. അപ്പം അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണമെന്ന് ചൊന്നിട്ട് വന്ന ആളാണ് ആരെ കൈകൊണ്ട് മരണപ്പെട്ടത്, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് എന്തായത് മരണപ്പെട്ടത്. അപ്പോൾ ഈ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത, അള്ളാഹുക്ക് ഏറ്റവും അരസമില്ല ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ആര് ഉബയ്യ് ഇബ്നു ഖലഫ്. അതായത് അള്ളാഹു ചൊന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നബിമാരെ കൊന്നേണ്ട് കണ്ടെങ്കിൽ, അപ്പം നബിമാരെ കൊല്ലുടെ ആളും അതേപോലെ നബിമാരെ കൈകൊണ്ടിട്ട് മരണപ്പെട്ട ആളും, ഈ രണ്ട് ആൾക്കാരെയും ആർക്ക് ഇഷ്ടമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ജണ്ടല മേലെ അള്ളാഹുടെ എന്താണ് കോപമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കോപം ഉണ്ടായ ഒരാളും കൂടിയാണ് ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ചൊല്ലത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് മരണപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയായിട്ടേക്ക് 24 ചരിത്രം ചൊല്ലത്. പണ്ട് നാല് പുതിയൊരു ചരിത്രമായിട്ട് വേണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.